കട്ടപ്പന കൊച്ചുതോവാളിയിൽ കനത്ത മഴയിൽ ഭീമൻ കല്ല് വീണ് വീട് തകർന്നു. ശൗര്യംകുഴിയിൽ ജോസിന്റെ വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന കല്ലാണ് വീടിനുള്ളിൽ പതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:45 സംഭവം. വീടിന് പിൻവശത്തായി സ്ഥിതി ചെയ്തിരുന്ന കൂറ്റൻപാറ ശക്തമായ മഴയെ തുടർന്ന് ഉരുണ്ടു വീഴുകയായിരുന്നു. ഏകദേശം 20 അടിയോളം ഉയരത്തിൽ നിന്നാണ് കല്ല് താഴേക്ക് പതിച്ചത്. ഈ സമയത്ത് മുറ്റത്തുണ്ടായിരുന്ന ശൗര്യംകുഴിയിൽ ജോസിന്റെ ഭാര്യ ഗ്രേസി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നേ. നിന്നപ്പം ശകലിച്ച മണ്ണ് വന്നപ്പം ഞാൻ അങ്ങോട്ട് കയറാമെന്ന് വെച്ച് ഈ വള്ളി പടുത അങ്ങോട്ട് ഈ ഓസലോട്ട് മണ്ടയിലോട്ട് കെട്ടാമെന്ന് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ നേരം കൊണ്ട് മുറിക്കാത്ത ചെന്നു. ഞാൻ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, മഴയത്ത് അമ്മ എന്നാ കാണിക്കുവാന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങോട്ട് മാറുകയും ഇത് വീഴുവാൻ കൂടെ ഒരുപോലെ ആയിരുന്നു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കട്ടിൽ, അലമാര, പാത്രങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും നശിച്ചു. പെട്ടെന്ന് മാറിയതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത്. ജോസിയേട്ടനാണെങ്കിലും വയ്യാതിരിക്കുന്ന രോഗിയായിട്ടിരിക്കുന്ന ജോസിയേട്ടന്, ഗ്രേസ് ചേച്ചി, അതോടൊപ്പം തന്നെ റിമൽ എന്ന് പറയുന്ന ഒരു കുട്ടി, ഒരു 3 പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. സംഭവം നടന്ന ഉടനെ തന്നെ ഞങ്ങളിവിടെ വരികയും വില്ലേജ് ഓഫീസറെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസറും വില്ലേജ് അസിസ്റ്റന്റും ഉടൻ തന്നെ എത്തിച്ചേരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് ഗവൺമെൻറ്റിൽ നിന്നും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി അവർക്ക് പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കട്ടപ്പന നഗരസഭാ കൗൺസിലർ സിബി പാറപ്പായുടെ നേതൃത്വത്തിൽ കട്ടപ്പന വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ഇവരെ വീട്ടിൽ നിന്നും ഒഴിയാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഞങ്ങളിവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. നാശനഷ്ടത്തിൻ്റെ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി റിപ്പോർട്ട് കൊടുക്കും. വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുന്നത് കൊണ്ട് തന്നെ തുടർന്നും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാലാണ് ഇവരെ വീട്ടിൽ നിന്നും മാറ്റി പാർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.